അലാസ്കയുടെ മറ്റൊരു വിളിപ്പേര് ദ ലാസ്റ്റ് ഫ്രണ്ടിയർ. ആ പേരിലുള്ള ത്രില്ലർ സീരീസിന്റെ സീസൺ ഫിനാലേക്ക് കടക്കാൻ ഇനി ഇതുകൂടാതെ ഒരു വീഡിയോ മാത്രം ശേഷിക്കെ നമ്മൾ ഇതുവരെ കണ്ടതിന്റെ എല്ലാം പിന്നിലെ ശക്തമായ ഉദ്ദേശങ്ങളെയും കുബുദ്ധികളെയും കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിലൂടെ മനസ്സിലാക്കി. ചുറ്റും മഞ്ഞു കിടപ്പുള്ള റോഡിന് നടുവിലായി തകർന്നു കിടപ്പുള്ള പോലീസ് വാഹനങ്ങൾക്കും മരിച്ചു കിടക്കുന്ന ഉദ്യോഗസ്ഥർക്കും നടുവിലേക്ക് ഫ്രാങ്ക് എത്തുമ്പോൾ അവിടെ തന്നെ അവശനായി ഇരിപ്പുണ്ട് ഹാവ്ലോക്ക്. അവനെ സറണ്ടർ ചെയ്ത് സിഡ്നി എവിടെയെന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ അവളിപ്പോൾ ഉൾവനത്തിലൂടെ ആ ഹാർഡ് ഡിസ്കുമായി കരുതി തന്നെ പായുകയാണ്. സിഡ്നി ഫ്രാങ്കിനെ വൈകാതെ തന്നെ വിളിച്ച് ഒരു ക്ഷമാപണം നടത്തുന്നുണ്ട്. ചെയ്തത് നിരക്കാത്തതാണെന്നും ഒരു വലിയ സത്യം പുറത്തു കൊണ്ടുവരണമെന്നേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ ഫ്രാങ്കിന് അതിലുപരി ഏറ്റവും ദേഷ്യം അവിടെ മരിച്ചു കിടക്കുന്ന ഉദ്യോഗസ്ഥരുടെ കാരണക്കാരി അവളൊരൊറ്റ ഒരാളാണ്. എത്രയും പെട്ടെന്ന് സറണ്ടർ ആയില്ലേ, കണ്ടുപിടിച്ചിരിക്കുമെന്ന് വെല്ലുവിളിക്കെ. പക്ഷേ സിഡ്നി വിളിച്ചതിന്റെ കാര്യം തന്റെ നേർക്ക് വന്നാൽ ബ്രാഡ്ഫോർഡിന്റെ പിടിയിൽപ്പെട്ട് നിങ്ങളും അപകടത്തിലാവുമെന്ന് അറിയിക്കാനായിട്ട്. എന്തായാലും ഫ്രാങ്ക് ഉറച്ചു തന്നെ. പോലീസ് സംഘത്തെ വിളിപ്പിച്ച് ഹാവ്ലോക്കുമായി താവളത്തിലേക്ക് തിരിക്കുമ്പോൾ എയർപോർട്ടിൽ ബ്രാഡ്ഫോർഡും ഗ്രിഫിനും ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഗ്രിഫിൻ വഴി ഇവിടെ വെച്ച് തന്നെ അവർ അറിയുന്നത് ഹാവ്ലോക്ക് നേവിയുടെ കപ്പൽ കടന്നുകൂടിയതെക്കുറിച്ചും. അവിടുന്ന് ആർക്കെല്ലാം പകർത്തി ഹാർഡ് ഡ്രൈവ് ഒപ്പിച്ചിട്ടുണ്ടെന്ന് കണക്ക് കൂട്ടിയെടുക്കാൻ വലിയ പാടില്ല. ഹാവ്ലോക്കിനെ മാത്രമേ അറസ്റ്റ് ചെയ്തപ്പോൾ ഹാർഡ് ഡ്രൈവുമായി ആണ് സിഡ്നി കടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കി അവരൊരു സംഘത്തെ എന്ത് വില കൊടുത്തും പിടികൂടാൻ അയക്കുന്നു. സിഡ്നിയെ പിടികൂടാനായിട്ട് മാർഷൽസ് ഇതിനോടൊപ്പം തന്നെ അവിടെല്ലാം പോസ്റ്റർ ഇറക്കുന്നുണ്ട്, കണ്ടാൽ ഉടനെ മാർഷൽസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഹാവ്ലോക്കിന്റെ കാര്യത്തിൽ അവനിപ്പോൾ ഫ്രാങ്കിന്റെ കസ്റ്റഡിയിലാണ്. വിൻസെന്റിനെ കണ്ട് ഇരുവരും ഒരു നോട്ടം നോക്കി അങ്ങനെ ഫ്രാങ്കും ഹാവ്ലോക്കുമൊത്തുള്ള പ്രൈവറ്റ് ചാറ്റിൽ കാര്യങ്ങൾ തിരിഞ്ഞു മറിയുകയാണ്. സിഐയുടെ രഹസ്യങ്ങളും ആർക്കെയുള്ളത് എന്തെന്നതിനെക്കുറിച്ചും ബ്രാഡ്ഫോർഡ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ മാത്രമല്ല സിഡ്നിയെ കൂടി കൊലക്ക് പിടിക്കാനാണെന്നും ഹാവ്ലോക്കയുടെ ഫ്രാങ്കിനോട് സ്പഷ്ടമാക്കുമ്പോൾ സിഡ്നി ഒരിക്കലും മരിക്കരുതെന്ന് പറയുന്നുണ്ട്. കാരണം സിഡ്നി മരിച്ചാൽ സത്യവും അവളോടൊപ്പം മരിക്കും. പിന്നീട് ഫ്രാങ്ക് വിൻസെന്റ് തിയാഗോയെ പോയി കണ്ട് സിഡ്നി പോയത് എങ്ങോട്ടേക്കാണെന്ന് ചോദ്യം ചെയ്യുന്നത് പക്ഷേ വെറുതെയാണ്. കാരണം അയാൾക്കും അത് അറിയില്ല. പക്ഷെ അറിയാം, സിഡ്നിയുടെ കാര്യം വെച്ച് അവളൊരു ഓപ്പറേറ്റീവാണ്. തോറ്റ് പിൻവാങ്ങുക എന്നത് അവളുടെ നിഘണ്ടുവിലേ ഇല്ല. എന്തു വന്നാലും അവൾ ഉயிருള്ളിടത്തോളം സത്യം തെളിയിച്ചിട്ട് അടങ്ങൂ എന്ന് വിൻസെന്റ് വിവരിക്കുമ്പോൾ എന്തായാലും സിഐയുടെ കയ്യിൽ കിട്ടും മുന്നേ സിഡ്നിയെ പിടികൂടാൻ ഫ്രാങ്ക് തന്റെ സംഘത്തെ നിയോഗിക്കുന്നു. ഈ കൊച്ചുനാട്ടിലെ കൊലയ്ക്കും പ്രശ്നങ്ങൾക്കും എല്ലാം ഉത്തരവാദി സിഡ്നിയാണ്. അവളെ എങ്ങനെയും കണ്ടുപിടിക്കണമെന്ന് ടീമിനെ സെറ്റാക്കി അങ്ങനെ നിൽക്കെ വൈകാതെ ബ്രാഡ്ഫോർഡും മാർഷൽസിനടുത്ത് തിരിക്കുകയാണ്. സിഐയെ ധാർഷ്ട്യം കാട്ടി തുടങ്ങുന്ന ബ്രാഡ്ഫോർഡുമായി ഫ്രാങ്കിന് സുഖകരമായ നിമിഷങ്ങളല്ല പിന്നീട് ഉണ്ടാവുന്നത്. അവർ ത്യാഗയെയും ഹാവ്ലോക്കിനെയും കൈമാറാൻ ഉത്തരവിടുന്നതിലും വാറണ്ടോ കോടതി ഉത്തരവോ ഇല്ലാതെ തങ്ങൾക്കൊന്നും ചെയ്യാനാവില്ലെന്ന് ഫ്രാങ്കും ശക്തമായി നിന്ന് എതിർത്തൊടുവിൽ അയാളുടെ ഓഫീസിൽ പോയി സംസാരിക്കുന്നു. പല കാര്യങ്ങളും ഫ്രാങ്കിന്റെ കാതിലെത്തിയതായി ഇവർ മനസ്സിലാക്കി. ഹാർഡ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഹാവ്ലോക്കിന്റെ മാനിപ്പുലേഷൻ ശ്രമങ്ങളാണെന്നും അങ്ങനെ ഒന്നുമില്ല. സിഐയെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു കെട്ടുകഥയാണ് അവൻ നിങ്ങൾക്ക് മുന്നിൽ നിരത്തിയിട്ടുള്ളത് എന്ന് ബ്രാഡ്ഫോർഡ് അട്ടിമറി ശ്രമം നടത്തുന്നതിലും ഇവിടെ വില പോകുന്നില്ല. ഒടുവിൽ ഭീഷണിയുടെ സ്വരം വരെ അവരിൽ നിന്ന് വന്ന് ഫലമൊന്നുമില്ലാതെ പിൻവാങ്ങുമ്പോൾ സിഡ്നി കാട്ടിലൂടെ ഓടി ആവശ്യമായി കാണുന്ന ഒരു ക്യാബിനിൽ കയറി കിട്ടുന്നോക്കിയെടുത്ത് കഴിച്ച് മുറിവൊക്കെ കെട്ടി തീ കായുമ്പോഴാണ് വീട്ടുടമ എത്തുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് സിഡ്നിയുടെ മെയ്വഴക്കവും അവളുടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കായികക്ഷമതയുമാണ്. നല്ലൊരു സ്റ്റണ്ട് കോറിയോഗ്രാഫർ ആകാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി തന്നങ്ങനെ അവൾ ജാക്കറ്റും സൺഗ്ലാസൊക്കെ ധരിച്ച് പെട്ടെന്ന് ആർക്കും പിടികിട്ടാത്ത രീതിയിൽ ഒരു ഫാർമസിയിൽ എത്തി നിൽക്കെ അവിടെ ജോലി ചെയ്യുന്ന ഒരു ചെക്കൻ ഹെറോൾഡോ അവരെ ശ്രദ്ധ വരുത്തി. പിന്നീട് അവിടുന്ന് പോകുമ്പോൾ ഒരു ഹെയർ ഡൈയും മേടിച്ച് ഒപ്പം ഡെനാലി സ്റ്റാർ എന്ന അലാസ്കൻ ട്രെയിൻ പിടിക്കാനായിട്ട് പ്രദേശത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയും ചോദിച്ചു തന്നിട്ടാണ് ആ പോക്ക്. മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കെ ഒരു പ്രായം ചെന്ന സ്ത്രീ സിഡ്നിയെ കണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി 911 വിളിക്കാനായി ഫോൺ എടുക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും വൈകാതെ മാർഷൽസിന് അവൾ ഫാർമസിയിലുള്ളതായി വിവരം ലഭിച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും പക്ഷേ സിഡ്നി പോയി കഴിഞ്ഞിരുന്നു. ഇടയിലെ വേറൊരു പ്രശ്നം, ബ്രാഡ്ഫോർഡ് ഒരുപടി മുന്നിലാണ്. ഫ്രാങ്ക് സംഘവും ഫാർമസിയിലെത്തി തിരിച്ചിൽ നടത്തി നിൽക്കെ കാര്യം മറന്നുന്ന സിഐക്കാരി അവിടെയുള്ളവരുകൾ വഴി സിഡ്നി ഹെറോൾഡോ എന്നൊരു ചെക്കനോടൊപ്പം സംസാരിക്കുന്നതായി കണ്ടെന്നറിഞ്ഞങ്ങനെ അവനെ പൊക്കിക്കൊണ്ടുപോകുന്നു. ഫ്രാങ്ക് ആകട്ടെ CCTV വഴി ഈ ചെക്കനടുത്തേക്ക് എത്തുമ്പോഴേക്കും അവനെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. സിഡ്നിയുടെ ലക്ഷ്യം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഡെനാലി സ്റ്റാർ എന്ന ട്രെയിനിൽ കയറി തൊട്ടടുത്ത സ്റ്റോപ്പിലേക്ക് ഇറങ്ങാനാണ്. ഓറഞ്ച് കളർ മുടിയും കൂളിംഗ് ഗ്ലാസും ഒക്കെ അവൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്തിയിട്ടുണ്ട്. ബ്രാഡ്ഫോർഡ് അവിടെ സംഘത്തെ കുറച്ച് പേരെ സ്റ്റേഷനിലേക്ക് പറഞ്ഞയച്ച് അവിടെ മൊത്തം തിരച്ചിൽ നടത്തി ട്രെയിനിൽ കയറുമ്പോൾ അവൾ ഒടുവിൽ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാവുന്നതോടെ ആ ഓറഞ്ച് വിഗ് കളഞ്ഞ് തോക്കെടുത്ത് അവിടെ പിന്നെ മലർത്തിയടിയാണ്. വെടിവെച്ചും തൊഴിച്ചുമൊക്കെ ഒരുത്തിന് മേൽ തോക്ക് ചൂണ്ടി അടുത്ത സ്റ്റേഷനിൽ തന്നെ ഇറങ്ങി അവിടെ എസ്കേപ്പ് ആകുമ്പോൾ ഹീലി എന്ന സ്ഥലമാണത്. അവിടെയാണ് നെനാന എന്ന ഹൈഡ്രോ ഇലക്ട്രിക് ഡാം ഉള്ളത്. സിഡ്നി ഹീലിയിലേക്ക് ഇറങ്ങിയത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ ബ്രാഡ്ഫോർഡ് ടാബിൽ സ്ഥലത്തെ വിവരങ്ങൾ പരതുംപടി ഈ ഹൈഡ്രോ ഇലക്ട്രിക് ഡാമിനെ കുറിച്ച് അറിയുന്നു. തുടർന്ന് ഒരു അനുമാനത്തിലെത്തുകയാണ്. അതിസുരക്ഷിതമായ സാറ്റലൈറ്റ് അപ്ലിങ്സും പെർഫെക്റ്റ് ബാൻഡ് വിഡ്ത്തുമുള്ള ഇവിടേക്ക് പോകുന്നത് അവൾ ആർക്കൈവ് അപ്ലോഡ് ചെയ്യാനാണ്. അപ്ലോഡായി കഴിഞ്ഞാൽ തീർന്നു. അവൾ അവിടേക്ക് എത്തും മുന്നേ എത്തണമെന്ന ഉദ്ദേശത്തിൽ സിഐയെ വേഗം കൂട്ടുമ്പോൾ ബേസിൽ നിന്ന് ഫ്രാങ്ക് സംഘവും സിഡ്നിയെ പിടികൂടാനുള്ള ലക്ഷ്യത്തോടെ പോകുന്ന സാഹചര്യം മുതലെടുക്കുന്നത് ഹാവ്ലോക്കാണ്. അവൻ കൊടുക്കാനുള്ള ഭക്ഷണത്തിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്ത് അവിടെയുള്ള ഗ്രീസും മുറ്റും വെച്ച് കണ്ടാൽ ഒരു ഗ്രനേഡ് പോലെ തോന്നിക്കുന്ന ഒരു മാതൃക ഉണ്ടാക്കുന്നു. ഹാവ്ലോക്കിനെ 2 പൊട്ടിക്കാൻ കയറി വരുന്ന പോലീസുകാരനെ ഈ വിദ്യ കാട്ടി പേടിപ്പിച്ച് കീഴ്പ്പെടുത്തി വീഴ്ത്തി ജയിലിൽ നിന്ന് പുറത്തു കടക്കുന്നെങ്കിലും ബേസിൽ നിന്ന് പുറത്തു ചാടുന്നത് റിസ്ക്കാണ്.
പുറത്തെല്ലാം ഗാർഡ്സ് ഉണ്ട്. സോ അടുത്ത സ്റ്റോപ്പ് മെല്ലെ ആരും കാണാതെ വിൻസെന്റിന്റെ അടുത്തേക്ക്. ഈ വിൻസെന്റിനെ വെച്ച് നോക്കുമ്പോൾ ഹാവ്ലോക്കിനെ കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടുനിന്നതുകൊണ്ട് തന്നെ ഇനി തന്നെ വെടിവെച്ച് കൊന്നാലും കുഴപ്പമില്ലെന്ന നിൽപ്പാണ്. പക്ഷേ ഹാവ്ലോക്കിയുടെ ബുദ്ധി പ്രയോഗിച്ച് കളിക്കുന്നത് എങ്ങനെയെന്നോ കൈവിലങ്ങിന്റെ താക്കോൽ വിൻസെന്റിന് നൽകി ഒരു തോക്കും കൊടുക്കുന്നു. തന്നെ പുറത്തു കടക്കാൻ ബേസിൽ ഒരു സീൻ ഉണ്ടാക്കാനായിട്ടാണത്. ഹാവ്ലോക്കിന് സംശയം ഉണ്ടായിരുന്നത് വിൻസെന്റ് സിഡ്നിയെ കൺവിൻസ് ചെയ്ത് അവനെ കൊല്ലാനുള്ള പദ്ധതി ഇട്ടു എന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ലെന്നും ഇത് സിഡ്നിയുടെ പിതാവിന് വേണ്ടിയുള്ള പ്രതികാരത്തിൽ അവൾ തന്നെ എടുത്ത തീരുമാനമായിരുന്നു എന്ന് വിൻസെന്റ് വഴി അറിഞ്ഞ ശേഷമാണ് തോക്ക് കൊടുത്ത് പുറത്തിറക്കിച്ച് ഒരു സീൻ ഉണ്ടാക്കാൻ പറയുന്നത്. എന്നാലും വൈകാതെ FBI വിൻസെന്റിനെ കൊണ്ടുപോകാൻ ഇറക്കുന്ന സമയം തോക്ക് വെച്ച് അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുന്ന തക്കത്തിന് ഹാവ്ലോക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. മുന്നേ ബഗ്ഗിൽ വെച്ച് ബ്ലൂബേർഡിൽ വെച്ച് മീറ്റ് ചെയ്യാൻ പറഞ്ഞ ആ ആൾ കാറുമായി നിൽക്കുന്നിടത്തേക്കാണ് അവൻ ചെല്ലുന്നത്. ഒട്ടും സമയം കളയാനില്ലെന്ന് പറഞ്ഞ് വണ്ടി എടുക്കുമ്പോൾ ഇതിനോടകം തന്നെ ബേസിൽ നിന്ന് ഹാവ്ലോക്ക് കടന്ന വിവരം മാർഷൽസ് മനസ്സിലാക്കി ഫ്രാങ്കിനെ വിളിച്ച് പറയുമ്പോഴാണ് അവിടെ അയാൾക്കൊരു ചിന്ത ഉണ്ടാകുന്നത്. സിഡ്നിയെ ഫാർമസിയിലും ട്രെയിനിലും എല്ലാം വെച്ച് കണ്ടതായിട്ടുള്ള CCTV വിഷ്വൽസ് ഉണ്ട്. അവളൊരു സ്പെഷ്യലൈസ്ഡ് ഏജന്റാണ്, ഒരു ക്യാമറ കാണാതെ പ്രവർത്തിക്കാനൊക്കെ ബുദ്ധിയുള്ളവൾ. പക്ഷെ അവൾ എന്തിന് മനഃപൂർവ്വം ഈ ക്യാമറകൾ സ്വയം കാട്ടിക്കൊടുത്തു? ഫ്രാങ്കിന്റെ ഈ സംശയത്തിൽ മുന്നേ ഫാർമസിയിൽ വെച്ച് സിഡ്നിയെ കണ്ടെന്ന് പറഞ്ഞ് 911 വിളിച്ച് ആ കോൾ ഡീറ്റെയിൽസ് പെട്ടെന്നൊന്ന് കളക്ട് ചെയ്യാൻ പറയുമ്പോൾ സിഡ്നി ഒരു കാർ സംഘടിപ്പിച്ച് നനാന ഹൈഡ്രോ ഇലക്ട്രിക് ഡാമുകളുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ചുറ്റും പതിയിരുന്ന് CIA കിങ്കരന്മാർ വീക്ഷിച്ച് വിവരം കൈമാറിക്കൊണ്ടിരിക്കെ അവൾ അകത്തേക്ക് കയറുന്നതും അവിടെ ബ്രാഡ്ഫോർഡും സംഘവും സിഡ്നിയെ വളയുന്ന ഒരു ക്രൂഷ്യൽ പോയിന്റ്. അവളെ ഫ്രീസാക്കി ഹാർഡ് ഡിസ്കും തരാൻ ആവശ്യപ്പെട്ട് ഇനി ഒരു വഴിയുമില്ലെന്ന പോലെ നിൽക്കുമ്പോൾ മറുവശത്ത് ഫ്രാങ്കിന് കോൾ ഡീറ്റെയിൽസ് ലഭിക്കുകയാണ്. സിഡ്നി ഫാർമസിയിലുണ്ടെന്ന് പറഞ്ഞ് 911 വിളിച്ചത് വേറെ ആരുമല്ല. ആ റെക്കോർഡിങ്ങിൽ കേൾക്കുന്നത് സിഡ്നിയുടെ സ്വരം തന്നെയാണ്. അതിനർത്ഥം അവൾ ഇത്രയും നേരം രക്ഷപ്പെടാൻ ശ്രമിക്കുകയല്ലായിരുന്നു, CIA തന്നെ പിന്തുടരാൻ വേണ്ടി വഴിയൊരുക്കി കൊണ്ടുപോവുകയായിരുന്നു. ചെല്ലുന്ന ഓരോ പോയിന്റും അവർക്ക് ട്രേസ് ചെയ്യാൻ വിട്ടുകൊടുത്തുകൊണ്ട്. ഒടുവിലിപ്പോൾ ഡാമിലേക്ക് ബ്രാഡ്ഫോർഡിനെയും സംഘത്തെയും തന്നെ ചുറ്റുമായി ഇങ്ങനെ നിർത്തിക്കുമ്പോൾ പക്ഷെ എന്താണ് സിഡ്നി ഉദ്ദേശിക്കുന്നത്? അവിടേക്ക് അത് എത്തുകയാണ് ഹാവ്ലോക്കും. അപ്പോൾ ഇവരുടെ പ്ലാൻ തന്നെയായിരുന്നു ഇത്. ആ അപകടത്തിന് ശേഷം ഹാർഡ് ഡ്രൈവ് കൈമാറിയിട്ട് ചെയ്ത ഒരു ഗൂഢപദ്ധതി. അങ്ങനെ പ്രശ്നക്കാർ ഇരുവരും മുഖാമുഖം നിൽക്കുന്നിടത്ത് ലാസ്റ്റ് ഫ്രണ്ടിയുടെ ഈ എപ്പിസോഡിന് ഇവിടെ തിരശ്ശീല വീഴുമ്പോൾ ഇനി ഒരു എപ്പിസോഡ് മാത്രം ബാക്കി. എന്താണ് വിധി എന്നറിയാം. സീസൺ ഫിനാലെ മൈ ഫാം നമുക്ക് കാത്തിരുന്ന് കാണാം.